നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിലെ അഭയാർത്ഥി ഹോട്ടലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി 3 മുൻ സൈനിക താവളങ്ങൾ കൂടി ഉപയോഗിക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നീക്കം വിവാദമാകുന്നു. ഓക്സ്ഫോർഡ്ഷയറിലെ ബൈസ്റ്റർ, സഫോക്കയിലെ RAF ബാർണം, നോർത്ത് യോർക്ക്ഷയറിലെ RAF ലിൻഡൻ ഓൺ ഹൌസ് എന്നീ കേന്ദ്രങ്ങൾ 3750 വരെ അഭയാർത്ഥികളെ പാർപ്പിക്കാനാണ് പദ്ധതിയെ എതിർത്ത മനുഷ്യാവകാശ സംഘടനകളും പ്രാദേശിക ജനപ്രതിനിധികളും. യുകെയിലെ റിഫോം UK പാർട്ടി നേതാവും എംപിയുമായ നിഖിൽ ഫാരേജ് ആരംഭിച്ച ആക്ഷൻ ഓൺ വേൾഡ് ഹെൽത്ത് എന്ന ലോകാരോഗ്യ സംഘടന വിരുദ്ധ പ്രചാരണം അമേരിക്കയിലെ ഡെലവേറിലേക്ക് മാറ്റുന്നു. ഇതിന്റെ ഭാഗമായി ബ്രെക്സിറ്റ് കാലത്തെ സഖ്യകക്ഷിയായ ആന്റി വിമോഗും അമേരിക്കൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഗറി ഗൺസ്റ്റൺ എന്നിവരെ ബോർഡിലേക്ക് നിയമിച്ചു. ലോകാരോഗ്യ സംഘടന ചൈനയോട് വളരെയധികം അടുത്തു നിൽക്കുന്നതാണെന്നും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരാൽ സ്വാധീനിക്കപ്പെട്ടതെന്നും ആരോപിച്ച് അതിനു പകരം മറ്റൊരു സംവിധാനം വേണമെന്ന് ആക്ഷൻ ഓൺ വേൾഡ് ഹെൽത്ത്. ഇംഗ്ലണ്ടിലെ ദേശീയ ആരോഗ്യ സേവനമായ NHS ആരോഗ്യരംഗത്തെ കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വ്യാപിപ്പിക്കുന്നു. കൃത്രിമ ബുദ്ധി വ്യാപനത്തിന്റെ ഭാഗമായി 5.05 ലക്ഷം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും മൈക്രോസോഫ്റ്റ് 365 കോപ്പൈലറ്റ് ലഭ്യമാക്കും. ആരോഗ്യരംഗത്ത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ AI വിന്യാസങ്ങളിലൊന്നായി പദ്ധതിയെ വിശേഷിപ്പിക്കുന്നു. ഭരണച്ചെലവ് കുറയ്ക്കാനും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും രോഗികൾക്ക് കൂടുതൽ വേഗത്തിൽ സേവനം ലഭ്യമാക്കാനും പദ്ധതി സഹായിക്കും. ഇറാനും മറുപടിയായി അമേരിക്കയുടെ ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങിയ പനാമ പതാകയേന്തിയ കിഗു എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ 10 സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തുടർച്ചയായി 2ാം ദിവസമാണ് അമേരിക്കൻ സൈന്യം തിരിച്ചടി നൽകിയത്. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖര കേന്ദ്രങ്ങൾ, മൈൻ ലെയർ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ 10 കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ നാവിക വ്യോമസേനകൾ ആക്രമണം നടത്തിയത്. US-ഉം ഇറാനും തമ്മിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തതോടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. തുടർച്ചയായി 2ാം ദിവസവും ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയതായി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ ടാങ്കർ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു US-ന്റെ പ്രത്യാക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമായുള്ള നിർണായക കരാർ ഇറാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ദിവസങ്ങൾക്ക് മുമ്പ്. കരാർ ഒപ്പിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിയ പ്രത്യാക്രമണങ്ങളുമായി ഇരു രാജ്യങ്ങളും. വെനിസുലയെ നടുക്കിയ അതിശക്തമായ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ 1430 ആയി. ദുരന്തത്തിൽ ഇതുവരെ 70,000-ഓളം പേരെ കാണാതായതായി സൂചന. ലാഗ്വയറിൽ കെട്ടിടത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഭൂകമ്പം കടുത്ത നാശം വിതച്ചു എന്ന് വെനിസുലയെ സഹായിക്കാനായി ഇന്ത്യ ഓപ്പറേഷൻ അമിഡ് സ്റ്റാർ എന്ന പേരിൽ മെഡിക്കൽ സംഘത്തെ അയച്ചു. ഇന്ത്യൻ മെഡിക്കൽ സംഘത്തെ വെനിസുലയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ല എന്ന് സൂചിപ്പിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് സൂചന നൽകിയിരുന്നു. ട്രംപ് ഭരണകൂടം ഇന്ത്യ സന്ദർശിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിവരികയാണെന്നും അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സഖ്യം വിടണമെന്ന ആവശ്യവുമായി CPM-ലെ ഒരു ഭാഗം നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ CPM-ന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമമുണ്ടായി എന്നും പോളിറ്റ് ബ്യൂറോയിൽ നേതാക്കളുടെ ആരോപണം. സഖ്യത്തിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കണമെന്ന് ഒരു ഭാഗം നേതാക്കളുടെ ആവശ്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനില്ല എന്നും ഇന്ത്യ സഖ്യം യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് CPM-നെ ചൊടിപ്പിച്ചത്. വിഷയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പണിയുന്ന വീടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം വെക്കണമെന്നുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകളിൽ വെക്കുന്ന എംബ്ലത്തിൽ പ്രധാനമന്ത്രിയുടെ പടമില്ല എന്ന്, പ്രധാനമന്ത്രിയുടെ പടമുള്ള എംബ്ലം വെക്കാൻ താൻ പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി. കേരളത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നൽകിയ 1.60 ലക്ഷം വീടുകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കാണിച്ചു തന്നാൽ താൻ തെറ്റ് സമ്മതിക്കാമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി 3 മുൻ സൈനിക താവളങ്ങൾ കൂടി ഉപയോഗിക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നീക്കം പുതിയ രാഷ്ട്രീയ വിവാദത്തിൽ വഴിവെച്ചു. ഓക്സ്ഫോർഡ്ഷയറിലെ ബൈസ്റ്റർ, സഫോക്കയിലെ RAF ബാർണം, നോർത്ത് യോർക്ക്ഷയറിലെ RAF ലിൻഡൻ ഓൺ ഹൌസ് എന്നീ കേന്ദ്രങ്ങൾ 3750 അഭയാർത്ഥികളെ പാർപ്പിക്കാനാണ് പദ്ധതി. അഭയാർത്ഥി ഹോട്ടലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. എന്നാൽ പദ്ധതി മനുഷ്യാവകാശ സംഘടനകളുടെയും പ്രാദേശിക ജനപ്രതിനിധികളുടെയും ശക്തമായ എതിർപ്പിന് ഇടയാക്കി. സൈനിക താവളങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലായതിനാൽ ആരോഗ്യ, വിദ്യാഭ്യാസ, നിയമസഹായ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുമെന്നും ഹോട്ടലുകളേക്കാൾ ചെലവ് കൂടാനിടയുണ്ടെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു.
ചില കേന്ദ്രങ്ങൾക്കെതിരെ മുമ്പും ശക്തമായ ജനവിരോധം ഉയർന്നിരുന്നു. അതിനിടെ വിദേശ കെയർ വർക്കർമാരുള്ള സ്ഥിരതാമസ വ്യവസ്ഥകൾ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കുടിയേറ്റ മന്ത്രി മൈക്ക് ടാപ്പ് നടത്തിയ പരസ്യ പ്രസ്താവനയും സർക്കാരിനുള്ള ഭിന്നത സൃഷ്ടിച്ചു. പുതിയ കുടിയേറ്റ അഭയാർത്ഥി നിയമ ഭേദഗതികൾ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ കുടിയേറ്റ നയം ബ്രിട്ടനിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. യുകെയിലെ റിഫോം യുകെ പാർട്ടി നേതാവും എംപിയുമായ നിഗൽ ഫാരാജ് ആരംഭിച്ച ആക്ഷൻ ഓൺ വേൾഡ് ഹെൽത്ത് എന്ന ലോകാരോഗ്യ സംഘടനാ വിരുദ്ധ പ്രചാരണം അമേരിക്കയിലെ ഡെലവെയറിലേക്ക് മാറ്റുന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ബ്രെക്സിറ്റ് കാലത്തെ സഖ്യകക്ഷിയായ ആൻഡി വിമോഗർ, അമേരിക്കൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഗറി ഗൺസ്റ്റൺ എന്നിവരെ ബോർഡിലേക്ക് നിയമിച്ചു. ലോകാരോഗ്യ സംഘടന ചൈനയോട് വളരെയധികം അടുത്തു നിൽക്കുന്നതാണെന്നും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നും ആരോപിച്ച് അതിനു പകരം മറ്റൊരു സംവിധാനം വേണമെന്നാണ് ഈ ഗ്രൂപ്പ് വാദിക്കുന്നത്. സംഘടന ഇപ്പോൾ ഡോളറിലുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. മുൻപ് ഈ ഗ്രൂപ്പിന് പുകയില വ്യവസായങ്ങളുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. കൂടാതെ ആഗോള പാരാമെഡിക് കരാറുകളെ കുറിച്ച് ഇവർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ലോകാരോഗ്യ സംഘടനയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു എംപി ആയിരുന്നിട്ടും ഫരാജ് യുകെക്ക് പുറത്തുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പിൽ സജീവമായി പ്രവർത്തിക്കുന്നതും അതിനായി യുഎസിലേക്ക് നിരവധി യാത്രകൾ നടത്തുന്നതും യുകെയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ദേശീയ ആരോഗ്യ സേവനമായ NHS ആരോഗ്യരംഗത്ത് കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5.05 ലക്ഷം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും മൈക്രോസോഫ്റ്റ് 365 കോപ്പൈറ്റ് ലഭ്യമാക്കാൻ തീരുമാനിച്ചു. ആരോഗ്യരംഗത്ത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ AI വിന്യാസങ്ങളിലൊന്നാണ് പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. മുൻപ് 90 NHS സ്ഥാപനങ്ങളിലായി 30,000 ജീവനക്കാരെ ഉൾപ്പെടുത്തി നടത്തിയ പരീക്ഷണ പദ്ധതിയിൽ കോ പൈലറ്റ് ഉപയോഗിച്ചവർക്ക് പ്രതിദിനം ശരാശരി 43 മിനിറ്റ് ഭരണപരമായ ജോലി സമയം ലാഭിക്കാനായതായി കണ്ടെത്തി. ഇതുവഴി രോഗി പരിചരണത്തിനും ചികിത്സാ സേവനങ്ങൾക്കും കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുമെന്നാണ് NHS വിലയിരുത്തുന്നത്. ആദ്യ 6 മാസത്തിനുള്ളിൽ 2 ലക്ഷം ജീവനക്കാരെയും ഒരു വർഷത്തിനുള്ളിൽ 5.05 ലക്ഷം ജീവനക്കാരെയും പദ്ധതിയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിപുലമായ പരിശീലന പരിപാടിയോടെയാണ് പദ്ധതി നടപ്പാക്കുക. ഭരണച്ചെലവ് കുറയ്ക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും രോഗികൾക്ക് കൂടുതൽ വേഗത്തിൽ വികസനം ലഭ്യമാക്കാനും AI സഹായിക്കുമെന്നാണ് NHSും മൈക്രോസോഫ്റ്റും വ്യക്തമാക്കുന്നത്. ജിബിൻ ന്യൂസിലെ സ്ഥിരം രാഷ്ട്രീയ നിരീക്ഷകനും പാനലിസ്റ്റുമായ മാത്യു ടോർബിറ്റിനെതിരെ 2 വഞ്ചനാ കുറ്റങ്ങൾ ചുമത്തി. ലേബർ പാർട്ടി എംപിമാരുടെ ഉപദേഷ്ടാവായി ജോലി ചെയ്യുന്ന കാലത്ത് യാത്രാ ചെലവ് ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ നൽകി പണം തട്ടിയെന്നാണ് ആരോപണം. 2022 ഓഗസ്റ്റ് മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പാർലമെന്ററി യാത്രാ സംവിധാനം ദുരുപയോഗം ചെയ്ത് സൗജന്യ ട്രെയിൻ ടിക്കറ്റുകൾ കൈക്കലാക്കി എന്നാണ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് വ്യക്തമാക്കുന്നത്. ഈ യാത്രകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിരുന്നില്ല. കൂടാതെ 2024 ഒക്ടോബറിൽ ഔദ്യോഗികമല്ലാത്ത യാത്രാ താമസ ചെലവുകൾ റീഇംബേഴ്സ് ചെയ്യുവാനും ഇയാൾ ശ്രമിച്ചതായും ആരോപണമുണ്ട്. ഒരു പാർലമെന്റ് ജീവനക്കാരൻ യാത്രാ സംവിധാനത്തിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വരും ആഴ്ചകളിൽ ടോർബിറ്റ് തോമസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. 35-കാരനായ ടോർബിറ്റ് മുമ്പ് തന്നെ തനിക്കുണ്ടായ ഭവനരഹിതനായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ശ്രദ്ധ നേടുന്നത്. BBC-യുടെ ന്യൂസ് നൈറ്റ്, സ്കൈ ന്യൂസ് എന്നിവയിൽ ഇയാൾ പങ്കെടുക്കാറുണ്ട്. 2018-നും 2024-നും ഇടയിൽ വിവിധ ലേബർ പാർട്ടി എംപിമാരുടെ ഉപദേശകനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ബ്രിട്ടന്റെ തെക്കൻ മേഖലകൾ ശക്തമായ ഇടിമിന്നൽ മഴ പെയ്തതിനെ തുടർന്ന് ലണ്ടനിലെ ഹീത്രോ, ഗാറ്റ്വിക് വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടു. 100 കണക്കിന് വിമാനങ്ങൾ മണിക്കൂറുകളോളം വൈകിയതും നിരവധി സർവീസുകൾ റദ്ദാക്കിയതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. ഉഷ്ണതരംഗത്തിന് പിന്നാലെ എത്തിയ മോശം കാലാവസ്ഥ കാരണം വ്യോമഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതായി അധികൃതർ അറിയിച്ചു. ചില യാത്രക്കാർ ദീർഘസമയം വിമാനങ്ങൾ തന്നെ കുടുങ്ങിക്കിടക്കുന്നതായി പരാതിപ്പെട്ടു. ഹീത്രോയ്ക്കും ഗാറ്റ്വിക്കിനും പുറമെ ബ്രിട്ടനിലെ മറ്റ് വിമാനത്താവളങ്ങളിലെ സർവീസുകളും തിരിച്ചടി നേരിട്ടു. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ കൂടുതൽ വൈകലുകളും റദ്ദാക്കലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്രക്കാർ വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതി ബന്ധപ്പെട്ട എയർലൈനുകളിൽ നിന്നും മുൻകൂട്ടി പരിശോധിക്കണമെന്ന് വിമാനത്താവള അധികൃതർ നിർദ്ദേശം നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങിയ പനാമ പതാകയേന്തിയ കിഗു എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയുമായി ഇറാനിലെ 10 സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. മേഖലയിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തുടർച്ചയായ 2ാം ദിവസമാണ് അമേരിക്കൻ സൈന്യം തിരിച്ചടി നൽകുന്നത്. ശനിയാഴ്ചയും മേഖലയിൽ സംഘർഷമുണ്ടായിരുന്നു. മേഖലയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തുടർച്ചയായ 2ാം ദിവസമാണ് അമേരിക്കൻ സൈന്യം തിരിച്ചടി നൽകുന്നത്. ശനിയാഴ്ചയും മേഖലയിൽ സംഘർഷമുണ്ടായിരുന്നു. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖരണ കേന്ദ്രങ്ങൾ,
മൈൻഡ് ലെയർ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ 10 കേന്ദ്രങ്ങളെയാണ് അമേരിക്കൻ നാവിക വ്യോമസേനകൾ ലക്ഷ്യം വെച്ചതെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഈ ആക്രമണത്തിന്റെ 38 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ അമേരിക്കൻ സൈന്യം എക്സിൽ പങ്കുവച്ചിരുന്നു. ഹോർമൂസിൽ ആക്രമണം തുടരുന്ന ഇറാൻ ഒരിക്കലും പഠിക്കില്ല എന്നും യുക്തിസഹമായി പെരുമാറുന്നതിന് ഒരു പരിധിയുണ്ടെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. വീണ്ടും സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ അമേരിക്ക നിർബന്ധിതയായാൽ ഇറാൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നാണ് ട്രംപിന്റെ വക മുന്നറിയിപ്പ്. ഇറാനെതിരെ തുടങ്ങിയ സൈനിക നടപടി പൂർത്തിയാക്കാൻ അമേരിക്ക മടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന കരാർ ധാരണകൾ കാറ്റിൽ പറത്തി യുഎസും ഇറാനും തമ്മിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തതോടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. തുടർച്ചയായ 2ാം ദിവസവും ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയതായി യുഎസ് അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിൽ ടാങ്കർ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു യുഎസിന്റെ പ്രത്യാക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമായുള്ള നിർണായക കരാർ ഇറാനുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ലോകം അതിനെ നോക്കിക്കണ്ടത്. എന്നാൽ കരാർ ഒപ്പിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വ്യവസ്ഥകൾ കാറ്റിപ്പറത്തി പ്രത്യാക്രമണങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നിരിക്കുകയാണ്. ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഈ സംഭവം. ഇടക്കാല സമാധാന കരാറുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ സംഘർഷത്തിനാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇറാനിലെ 10 സൈനിക കേന്ദ്രങ്ങൾ വ്യോമാക്രമണം നടത്തി എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ഹോർമോസ് കടലിടുക്കിലൂടെ നീങ്ങിയ പനാമ പതാകയേന്തി MT കിഗു എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഇത് അമേരിക്കയുടെ പക്ഷം വ്യക്തമാക്കുന്നത്. ഖത്തറിൽ നിന്നും പുറപ്പെട്ട കപ്പൽ UAE തുറമുഖം ലക്ഷ്യമിട്ട് നീങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ പരിക്കുകളോ ഓയിൽ ചോർച്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. കപ്പൽ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് യുഎസ് തിരിച്ചടിച്ചത്. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖരണ കേന്ദ്രങ്ങൾ, മൈൻഡ് ലെയർ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ 10 കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അമേരിക്കൻ നാവിക വ്യോമസേനകൾ ലക്ഷ്യം വെച്ചതെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 38 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങൾ അമേരിക്കൻ സൈന്യം എക്സിൽ പങ്കുവച്ചിരുന്നു. വെനിസ്വലയെ നടുക്കിയ അതിശക്തമായ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ 1430 ദുരന്തത്തിൽ ഇതുവരെ 70,000-ഓളം പേരെ കാണാതായതായി സൂചന. ലഗോറിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം ദുരന്തബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ ഭൂകമ്പം തകർത്ത വെനിസ്വലയ്ക്ക് ഇന്ത്യയുടെ രക്ഷാഹസ്തം. ഭൂകമ്പം കടുത്ത നാശം വിതച്ച വെനിസ്വലയെ സഹായിക്കാനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് എന്ന പേരിൽ മെഡിക്കൽ സംഘത്തെ അയച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ അടിയന്തര രക്ഷാ ദൗത്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചത്. മെഡിക്കൽ സംഘം വെനിസ്വലയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മന്ത്രി വ്യക്തമാക്കി. സ്പാനിഷ് ഭാഷയിൽ അമിസ്റ്റാഡ് എന്നാൽ സൗഹൃദം എന്നാണ് അർത്ഥം. ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബൽ മാസ്റ്റർ വിമാനങ്ങളാണ് വെനിസ്വലയ്ക്ക് രക്ഷാഹസ്തവുമായി പോയത്. ഇന്ത്യൻ ആർമിയുടെ 60 പാരാഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നുമുള്ള 41 അംഗ വിദഗ്ധ സംഘമാണ് വിമാനത്തിലുള്ളത്. ഇതിൽ 9 മെഡിക്കൽ ഓഫീസർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടുന്നു. 35 ടണ്ണിലധികം വരുന്ന അടിയന്തര ജീവൻ രക്ഷാ മരുന്നുകൾ, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ, താൽക്കാലിക അഭയ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള സാമഗ്രികൾ എന്നിവ ഇന്ത്യ അയച്ചിട്ടുണ്ട്. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 124.43 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.16 യൂറോ, 1 US ഡോളർ 94.36 ഇന്ത്യൻ രൂപ, 1 യൂറോ 107.45 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.32 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 66.52 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലവും ഇന്ത്യയിലേക്കില്ല എന്ന് സൂചിപ്പിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് റൂബിയോ വ്യക്തമാക്കി. ട്രംപിന്റെ സന്ദർശനത്തെ കുറിച്ച് വാർത്താ ഏജൻസിയായ IANSന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മാർക്കോ റൂബിയോ. ഇതോടെ കോഡ് ഉച്ചകോടി നടക്കാനുള്ള സാധ്യത മങ്ങി. നേരത്തെ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് സൂചന നൽകിയിരുന്നു. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും ട്രംപ് സംസാരിച്ചു. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തിവരികയാണെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പങ്കാളികളിലൊന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ-US വ്യാപാര കരാർ ഉടൻ തന്നെ അന്തിമ രൂപത്തിലേക്ക് എത്തുമെന്ന് സൂചനകളും പുറത്തുവന്നു. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അഹമ്മദാബാദിൽ തനിക്ക് ലഭിച്ച നമസ്തേ ട്രംപ് സ്വീകരണത്തെക്കുറിച്ചും ട്രംപ് സംസാരിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്കിടെ താൻ ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനയും ഡൊണാൾഡ് ട്രംപ് നൽകി. സന്ദർശനത്തിന്റെ ഔദ്യോഗിക തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ്
ഈ വർഷം ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തില്ല എന്ന സൂചന റൂബിയോ നൽകിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്ന് പോസ്റ്ററുകൾ. ഞായറാഴ്ചയാണ് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം സഹിതമുള്ള മിസ്സിംഗ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം ആരാണ് തലസ്ഥാനത്തെ വ്യാപകമായ പോസ്റ്ററുകൾ സ്ഥാപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളെ ചൊല്ലി BJP നിരന്തരം വിമർശനം തുടരുന്നതിനിടെയാണ് ഡൽഹിയിൽ മിസ്സിംഗ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനവാലയും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല, ലീഡർ ഓഫ് പരേഡ് ആൻഡ് പാർട്ടിയിങ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. രാജ്യമോ രാജ്യത്തെ ജനങ്ങളോ പാർലമെന്റോ അല്ല അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന. പകരം ടൂറിസത്തിനാണ് അദ്ദേഹം ആദ്യ പരിഗണന നൽകുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോഴാണ് പിന്തുണ ആവശ്യമുള്ളത് ആ സമയത്ത് അദ്ദേഹം ഓടിപ്പോകും. പാർലമെന്റ് സമ്മേളന കാലയളവിലും അദ്ദേഹം ഒളിച്ചോടും. രാഹുൽ ഗാന്ധി സ്ഥിരമായ ഒരു അവധിക്കാല മൂഡിലാണെന്നും ഷിവ്സായ് പൂനെവാല കുറ്റപ്പെടുത്തി. ഇന്ത്യ സഖ്യം വിടണമെന്ന ആവശ്യവുമായി CPM-ലെ ഒരു വിഭാഗം നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ CPM-ന്റെ വിശ്വാസ്യതയെ തകർക്കാൻ ശ്രമമുണ്ടായി എന്നും പോളിറ്റ് ബ്യൂറോയിലെ നേതാക്കൾ ആരോപിച്ചു. സഖ്യത്തിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. വിഷയം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. ഇന്ത്യൻ സഖ്യത്തിൽ കോൺഗ്രസ് CPM ബന്ധം കൂടുതൽ ഉലയുന്നു എന്ന് വാർത്തകൾ വന്നു. ഇരു പാർട്ടികളും നടത്താനിരുന്ന സഖ്യ ചർച്ചകൾ ഉൾപ്പെടെ നടന്നേക്കില്ല എന്ന വിവരവുമാണ് പുറത്തുവരുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനാകില്ല എന്ന ഇന്ത്യൻ സഖ്യ യോഗത്തിൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം കോൺഗ്രസ് പുറത്തുവിട്ടതോടെയാണ് CPM-നെ ചൊടിപ്പിച്ചത്. അടുത്ത യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് CPM തീരുമാനം. ഇരു പാർട്ടികൾക്കിടയിലും നിലനിൽക്കുന്ന ശീതയുദ്ധം പരിഹരിക്കാൻ ചർച്ചയാകാമെന്നാണ് ജൂൺ 8-ലെ യോഗത്തിൽ തീരുമാനമായത്. എന്നാൽ അത്തരമൊരു ചർച്ചയ്ക്കുള്ള സാധ്യത മങ്ങുകയാണ്. രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു സമവായ ചർച്ചകൾക്ക് ജോൺ ബ്രിട്ടാസിന് താൽപര്യം അറിയിച്ചത്. നേതൃത്വവുമായി ആലോചിച്ച് ചർച്ചയ്ക്ക് വഴി തുറക്കാനായിരുന്നു നീക്കം. അതിനിടെയാണ് ഇന്ത്യൻ സഖ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ പൂർണ്ണ രൂപം കോൺഗ്രസ് പുറത്തുവിട്ടത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർണായക യോഗം നാളെ ചേരും. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള KCB-യുടെ അപേക്ഷ കമ്മീഷൻ ഈ സിറ്റിംഗിൽ വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം അപേക്ഷ പരിഗണിച്ചപ്പോൾ KCB-യെ കമ്മീഷൻ കുറ്റപ്പെടുത്തിയിരുന്നു. വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ KCB സ്വീകരിക്കുന്ന നടപടികൾ ശരിയാകുന്നില്ലെന്നായിരുന്നു റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനം. തുടർന്ന് KCB-യോട് കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. ജൂൺ 30 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 6 മുതൽ 12 വരെ മിതമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് KCB-യുടെ അറിയിപ്പ്. മൺസൂൺ വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതാണ് വൈദ്യുതി പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്വപ്പ് കരാർ പ്രകാരം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടതുണ്ട്. ഇത് പ്രതിസന്ധിയെ രൂക്ഷമാക്കിയിരിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് കഴിഞ്ഞ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. നയം പ്രഖ്യാപിക്കും മുമ്പ് ധനബിൽ അവതരിപ്പിക്കരുതെന്ന് CPM നേതാവ് AK ബാലൻ സ്പീക്കർ ഇടപെട്ട് തടയണമെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഒഴിവാക്കി ധനബിൽ അവതരിപ്പിക്കാം. ധനബിൽ പാസായാൽ നിയമമായി. എക്സൈസ് മന്ത്രി പറഞ്ഞത് നിയമപരമായി ശരിയല്ല. ധനബില്ലിനു ശേഷം എക്സൈസ് വകുപ്പിന് മുന്നിൽ വരുന്ന അപേക്ഷ തള്ളാൻ കഴിയില്ല എന്ന് അദ്ദേഹം. മന്ത്രി KM ഷാജിക്കെതിരെയും അദ്ദേഹം രംഗത്തെത്തി. ഷാജിക്ക് നല്ല മാറ്റമുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. ഷാജിയുടെ നിലപാട് അത് UDF-ന് അനുകൂലമല്ല എന്നും BJP-ക്ക് അനുകൂലമാണെന്നും ബാലൻ പറഞ്ഞു. ഷാജി BJP-ക്കും RSS-നും അടിമപ്പെടുന്നുവെന്നും കേന്ദ്രത്തിനെതിരെ ഷാജിയും UDF-ഉം ഒന്നും പറയില്ല. മതമാണ് പ്രശ്നം എന്നത് മാത്രം ഇനി ഭേദഗതി ചെയ്താൽ മതി. പിണറായി സംഘികളുടെ ആളാണെന്ന് പ്രചരിപ്പിച്ചു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ UDF-ന് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പണിയുന്ന വീടുകൾ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം വെക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പ്രധാനമന്ത്രി ആവാസ് യോജന വീടുകൾ വെക്കുന്ന എംബ്ലത്തിൽ പ്രധാനമന്ത്രിയുടെ പടമില്ല എന്നും പ്രധാനമന്ത്രിയുടെ പടമുള്ള എംബ്ലം വെക്കാൻ താൻ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ 5 ലക്ഷം വീടുകൾ നൽകി എന്ന കണക്കാണ് നിയമസഭയിൽ കൊടുത്തത്. ഇത് ലൈഫ് മിഷൻ നൽകിയ ഏകദേശം 1.60 ലക്ഷം വീടുകൾ PMAY പദ്ധതി പ്രകാരം നിർമ്മിച്ചവയാണ്. നഗരമേഖലകളിൽ 1.20 ലക്ഷം വീടുകൾ, റൂറൽ മേഖലയിൽ 38,000 വീടുകളുമാണ് നൽകിയത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീടുകളിലെല്ലാം എംബ്ലമുണ്ട്. എന്നാൽ എംബ്ലത്തിൽ പ്രധാനമന്ത്രിയുടെ പടമില്ല, പേരുമില്ല. വീടുകളിൽ എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നൽകിയ 1.60 ലക്ഷം വീടുകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കാണിച്ചു തന്നാൽ താൻ തെറ്റ് സമ്മതിക്കാം. ഷാജി ഇക്കാര്യം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലെ കരാറിൽ നിന്നും മുൻ LDF സർക്കാർ പിന്നോട്ട് പോയത് സംസ്ഥാന വിഹിതം നൽകാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടാണെന്നും മന്ത്രി ആരോപിച്ചു.
എന്നാൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കപട ആദർശ വേഷം കെട്ടുകയായിരുന്നു LDF സർക്കാർ. പാവങ്ങൾക്ക് കിട്ടേണ്ട വീടുകൾ എംബ്ലത്തിന്റെ പേരിൽ മുടക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. EMS ഭവന പദ്ധതി വിഭാവനം ചെയ്തവർക്ക് എങ്ങനെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയെ എതിർക്കാൻ സാധിക്കുന്നതെന്നും ഷാജി ചോദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലൊന്നും പറയാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. ലോകകപ്പിലെ നോക്കൌട്ട് ചിത്രങ്ങൾ തെളിഞ്ഞു. ഗ്രൂപ്പ് ജെയിൽ മത്സരങ്ങൾ കഴിഞ്ഞതോടെ നോക്കൌട്ടിലേക്കുള്ള 32 ടീമുകളുടെയും എതിരാളികൾ ആരെന്ന് തീരുമാനമായി. സഹ ആതിഥേയരായ മെക്സിക്കോ, ഫ്രാൻസ്, അർജന്റീന എന്നീ 3 ടീമുകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് നോക്കൌട്ടിലേക്ക് മുന്നേറിയിരിക്കുന്നത്. ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ്, മൊറോക്കോ, USA, നെതർലാൻഡ്, ജപ്പാൻ, ബെൽജിയം, സ്പെയിൻ, കേപ്പ് വെർഡെ, കൊളംബിയ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് എന്നീ വമ്പൻ ടീമുകളെല്ലാം തന്നെ സമനില വഴങ്ങിയെങ്കിലും തോൽവി അറിയാതെയാണ് നോക്കൌട്ടിലേക്ക് എത്തിയത്. നോക്കൌട്ടിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ ഏഷ്യൻ ശക്തികളായ ജപ്പാൻ നേരിടും. നാളെ രാത്രി 10:30 മത്സരം. ആദ്യ കളിയിൽ മൊറോക്കോയോട് അപ്രതീക്ഷിതമായി സമനില വഴങ്ങിയെങ്കിലും തുടർന്നുള്ള മത്സരങ്ങളിൽ കാനറികൾ വിജയ വഴിയിൽ തിരിച്ചെത്തി. അതേസമയം മികച്ച ഫോമിലാണ് ജപ്പാൻ കളിക്കുന്നത്. യൂറോപ്യൻ വമ്പന്മാരായ നെതർലാൻഡ്സിനെ സമനിലയിൽ ജപ്പാൻ തളച്ചിരുന്നു. നോക്കൌട്ടിലെ ആദ്യ മത്സരം തന്നെ ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 ടീമുകൾ തമ്മിലാണ് എന്നുള്ളത് ആവേശം ഇരട്ടിയാക്കുന്നു. നോക്കൌട്ടിലെ 2ാം മത്സരത്തിൽ ജർമ്മനിക്ക് എതിരാളികൾ പരാജയമാണ്. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇക്വഡോറിനേറ്റോട് അപ്രതീക്ഷിതമായ തോൽവിയുടെ ഞെട്ടലിലാണ് ജർമ്മൻ ക്യാമ്പ്. എന്നാൽ കൊറസോവയോടും ഐവറി കോസ്റ്റിനോടും മികച്ച വിജയം സ്വന്തമാക്കിയ ആത്മവിശ്വാസവും മുൻ ലോക ചാമ്പ്യന്മാർക്കുണ്ട്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായി എന്ന നാണക്കേട് കൂടിയാണ് കിമ്മിച്ചും സംഘവും ഇത്തവണ തീർത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിലെ അഭയാർത്ഥി ഹോട്ടലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി 3 മുൻ സൈനിക താവളങ്ങൾ കൂടി ഉപയോഗിക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നീക്കം വിവാദമാകുന്നു. ഓക്സ്ഫോർഡ്ഷെയറിലെ ബൈസ്റ്റർ, സഫോക്കയിലെ RAF ബാർണം, നോർത്ത് യോർക്ക്ഷയറിലെ RAF ലിൻഡൺ ഓൺ ഹൌസ് എന്നീ കേന്ദ്രങ്ങൾ 3750 വരെ അഭയാർത്ഥികളെ പാർപ്പിക്കാനാണ് പദ്ധതി. പദ്ധതിയെ എതിർത്ത മനുഷ്യാവകാശ സംഘടനകളും പ്രാദേശിക ജനപ്രതിനിധികളും. UK-യിലെ റിഫോം UK പാർട്ടി നേതാവും MPയുമായ നിഖിൽ ഫാരേജ് ആരംഭിച്ച ആക്ഷൻ ഓൺ വേൾഡ് ഹെൽത്ത് എന്ന ലോകാരോഗ്യ സംഘടന വിരുദ്ധ പ്രചാരണം അമേരിക്കയിലെ ഡെലവേറിലേക്ക് മാറ്റുന്നു. ഇതിന്റെ ഭാഗമായി ബ്രെക്സിറ്റ് കാലത്തെ സഖ്യകക്ഷിയായ ആന്റി വിമോഗും അമേരിക്കൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഗറി ഗൺസ്റ്റൺ എന്നിവരെ ബോർഡിലേക്ക് നിയമിച്ചു. ലോകാരോഗ്യ സംഘടന ചൈനയോട് വളരെയധികം അടുത്തു നിൽക്കുന്നതാണെന്നും തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരാൽ സ്വാധീനിക്കപ്പെട്ടതെന്നും ആരോപിച്ച് അതിനു പകരം മറ്റൊരു സംവിധാനം വേണമെന്ന് ആക്ഷൻ ഓൺ വേൾഡ് ഹെൽത്ത്. ഇംഗ്ലണ്ടിലെ ദേശീയ ആരോഗ്യ സേവനമായ NHS ആരോഗ്യരംഗത്തെ കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വ്യാപിപ്പിക്കുന്നു. കൃത്രിമ ബുദ്ധി വ്യാപനത്തിന്റെ ഭാഗമായി 5.05 ലക്ഷം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും മൈക്രോസോഫ്റ്റ് 365 കോപ്പൈലറ്റ് ലഭ്യമാക്കും. ആരോഗ്യരംഗത്ത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ AI വിന്യാസങ്ങളിലൊന്നായി പദ്ധതിയെ വിശേഷിപ്പിക്കുന്നു. ഭരണച്ചെലവ് കുറയ്ക്കാനും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും രോഗികൾക്ക് കൂടുതൽ വേഗത്തിൽ സേവനം ലഭ്യമാക്കാനും പദ്ധതി സഹായിക്കും. ഇറാനും മറുപടിയായി അമേരിക്കയുടെ ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങിയ പനാമ പതാകയേന്തിയ കിഗു എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ 10 സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തുടർച്ചയായി 2ാം ദിവസമാണ് അമേരിക്കൻ സൈന്യം തിരിച്ചടി നൽകിയത്. ഇറാന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ ശേഖര കേന്ദ്രങ്ങൾ, മൈൻ ലെയർ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ 10 കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ നാവിക വ്യോമസേനകൾ ആക്രമണം നടത്തിയത്. US-ഉം ഇറാനും തമ്മിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തതോടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. തുടർച്ചയായി 2ാം ദിവസവും ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയതായി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ ടാങ്കർ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു US-ന്റെ പ്രത്യാക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമായുള്ള നിർണായക കരാർ ഇറാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ദിവസങ്ങൾക്ക് മുമ്പ്. കരാർ ഒപ്പിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിയ പ്രത്യാക്രമണങ്ങളുമായി ഇരു രാജ്യങ്ങളും. വെനിസുലയെ നടുക്കിയ അതിശക്തമായ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ 1430. ദുരന്തത്തിൽ ഇതുവരെ 70,000-ഓളം പേരെ കാണാതായതായി സൂചന. ലാഗോയറിൽ കെട്ടിടത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഭൂകമ്പം കടുത്ത നാശം വിതച്ചു എന്ന് വെനിസുലയെ സഹായിക്കാനായി ഇന്ത്യ ഓപ്പറേഷൻ അമിഡ് സ്റ്റാർ എന്ന പേരിൽ മെഡിക്കൽ സംഘത്തെ അയച്ചു. ഇന്ത്യൻ മെഡിക്കൽ സംഘത്തെ വെനിസുലയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ഡൊണാൾഡ് ട്രംപ് ഇക്കൊല്ലം ഇന്ത്യയിലേക്കില്ല എന്ന് സൂചിപ്പിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് സൂചന നൽകിയിരുന്നു. ട്രംപ് ഭരണകൂടം ഇന്ത്യ സന്ദർശിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിവരികയാണെന്നും അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സഖ്യം വിടണമെന്ന ആവശ്യവുമായി CPM-ലെ ഒരു ഭാഗം നേതാക്കൾ.
രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ CPM-ന്റെ വിശ്വാസ്യത തകർക്കാൻ ശ്രമമുണ്ടായി എന്നും പോളിറ്റ് ബ്യൂറോയിൽ നേതാക്കളുടെ ആരോപണം. സഖ്യത്തിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാനില്ല എന്നും ഇന്ത്യ സഖ്യം യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗമാണ് CPM-നെ ചൊടിപ്പിച്ചത്. വിഷയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പണിയുന്ന വീടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ എംബ്ലം വെക്കണമെന്നുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകളിൽ വെക്കുന്ന എംബ്ലത്തിൽ പ്രധാനമന്ത്രിയുടെ പടമില്ല എന്നും പ്രധാനമന്ത്രിയുടെ പടമുള്ള എംബ്ലം വെക്കാൻ താൻ പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി. കേരളത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നൽകിയ 1.60 ലക്ഷം വീടുകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കാണിച്ചു തന്നാൽ താൻ തെറ്റ് സമ്മതിക്കാമെന്നും മന്ത്രി. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.